സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അന്ന് കാലത്ത് പത്രത്തിൽ വന്നു, കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരെ ക്ഷണിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞിട്ട്. കാരണം അതിൽ ഈ ആടുതോമയുടെ കുട്ടിക്കാലം പലതരം കണ്ടുപിടുത്തം, അതിന് വേണ്ടിയിട്ട് എന്തോ ആണ്, നിങ്ങളുടെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ രാജേഷ് എന്ന് പറഞ്ഞ ആൾ ഒരു എലിക്കത്രിക, എലിയെ പിടിക്കാനുള്ളൊരു സാധനം, നൂതനമായൊരു സാധനം കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കാണ്. ഒരു മൂർച്ചയുള്ളൊരു ബ്ലേഡുണ്ട്, രണ്ട് സൈഡിലും കുഞ്ഞ് 2 പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവൻ്റെ എലിക്കത്രിക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനകത്ത് എലി വന്ന് വീഴാനുള്ള ഒരു സാധ്യതയില്ല, എലിക്ക് എന്ത് കാര്യമുണ്ട്, ഇത് മൈൻഡ് ചെയ്യാണ്ട് പോയാൽ പോരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ? അതാണ് ഇത്, ഞാൻ അവർ വിളിക്കുമ്പോഴേ ഞാൻ എൻ്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾ ഇതുണ്ടാക്കി അയച്ചു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങളെ സിനിമയിൽ എടുക്കും എന്നൊക്കെ പറയും. സംഗതി മൂർച്ചയുള്ള ഇത്ര നീളമുള്ളൊരു ആക്സോ ബ്ലേഡും 2 അറ്റത്ത് കുഞ്ഞു പ്ലേറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചടാ, എനിക്ക് മാത്രം പറഞ്ഞാൽ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സയൻസ് എന്താണ്? പുള്ളി പറഞ്ഞു, ഇതൊന്നുമില്ല, നമ്മൾ ഈ 2 പ്ലേറ്റിൽ ഒരറ്റത്ത് തേങ്ങാക്കൊത്തും ഒരറ്റത്ത് ഉണക്കമീനും വെക്കും. അപ്പോൾ രാത്രി എലി ഇങ്ങനെ വന്ന് നോക്കുമ്പം ഇവിടെ തേങ്ങാക്കൊത്ത്, ഇവിടെ മീൻ, ഇതിലേതെടുക്കണം എന്നറിയാൻ വേണ്ടി എലി ഇതെടുക്കണോ 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 എന്നൊക്കെ ആ ബ്ലേഡ് കൊണ്ട് കഴുത്ത് കണ്ടിച്ചു പോയിട്ട് എലി ചത്തുപോകുന്നു. ബ്ലേഡ് കൊണ്ട് കഴുത്ത് കണ്ടിച്ച് എലി സ്വയം ചത്തുപോകും. അതുപോലൊരു എലിക്കത്രികയാണ്. ഇവൻ അയച്ചു കൊടുത്തതല്ലാതെ പിന്നെ ഒരു വിവരവും ഇല്ല. ഇവനെ ആ സിനിമ കാണുന്നതെന്ന് തന്നെ വിലക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്.